കേട്ടോ. കുറച്ചേടെ നേരെ പോയാലേ മുത്തമ്മേലിക്കര. പിന്നല്ലാതെ ഇത് കണ്ടില്ലേ നമ്മളെ കൂട്ടുകാരൻ കൂട്ടൻ. ഞങ്ങള് ചെറുപ്പത്തിലേ ഉള്ള കൂട്ടാണോ. കലാധരൻ എന്നാണ് ഒഫീഷ്യൽ നെയിം, പക്ഷെ കുട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഒഫീഷ്യൽ നെയിം. അതെ, ആൾസോ നോൺ ആസ് കൂട്ടൻ. കൂട്ടൻ. അങ്ങനെ മുത്തമ്പേലിക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ അനുജൻ്റെ വീട്. അനുജൻ്റെ വീട് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ പകർത്തിയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പള്ളിയും കപ്പേളയും ഇഷ്ടംപോലെ ഉണ്ട്. പുത്തമ്പേലിക്കര അല്ലേ ഇത്. അതായത് എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗമാണിത്. ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ബോർഡറായി. അതാണ് സ്ഥലം. ഈ റോഡൊക്കെ ഇന്നാൾ വന്നാണെന്ന് ഇതായിട്ടില്ല ഇവിടെ. ആ, നമ്മളിനി ഇവിടുന്ന് റൈറ്റിലേക്ക്. ഇവിടുന്ന് റൈറ്റാ ലെഫ്റ്റാ? കണ്ടം വഴിയാണ്. നമ്മൾ ഒരു ഓർമ്മ ഇട്ടില്ല. നമ്മ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റ് ചെയ്യുന്നു അല്ലേ? ചോദിക്കണോ? ഒരു ബോർഡ് എഴുതി വെച്ചിട്ടില്ല. പോവാം. നേരത്തെ റോട്ടിൽ ചെല്ലും. ഏതെങ്കിലും മെയിൻ റോഡിലെത്തിക്ക്. ഇതൊക്കെ അതിനാണ് പോകണത്. തോണ്ടൽ പാലം. ഇവിടെയാണ് തോണ്ടൽ നടക്കുന്നത്. തോണ്ടൽ ഓരോ പേരുകളാണ്. പാലാട്ടി ഓരോ പാലത്തിന് ഇങ്ങനെ പേര് ബസ്സിനൊക്കെ ഉണ്ടായിരുന്നു. മാളക്കാരുടെ പേരാണ് പാലാട്ടി. പാലത്തിന്റെ മുകളിലിരുന്ന് തോണ്ടിക്കൊള്ളണം. അവന് പൈസ ഇട്ടായിരുന്നോ? ആ, അവിടെ ചെന്നിട്ടിടാം. മുത്തമ്പേലിക്കര ടൗൺ ആയല്ലേ? ഇതാണ് ടൗൺ. ഇവിടുന്ന് ലെഫ്റ്റ് കൊണ്ടുവരും. ഞായറാഴ്ച കടകൾ അടിച്ചിട്ട് നേരെ പോയ കുത്തിയതോടാ മറ്റേ ഇവിടെ ആനപ്പുഴ എപ്പുറത്തേക്ക് ചെല്ലല്ല. ആ, കൊടുങ്ങല്ലൂർക്കും പോകാന്നുണ്ട്. അതിലെ കൊടുങ്ങല്ലൂർക്ക് പോവാം. ഇതിലിപ്പോ നേരെ പോയ പറവൂര്, വടക്കൻ പറവൂർ. മഴക്കാരുണ്ട്. എറണാകുളത്ത് പോകണം. കുറച്ച് സാധനങ്ങൾ ആ പെൺകൊച്ചുങ്ങൾ വണ്ടി ഓടിക്കും. അവര് വണ്ടിക്ക് 3 വണ്ടി ഉണ്ടല്ലോ. പിന്നെ ആ കൊച്ചുങ്ങൾ അപ്പൊ വണ്ടിക്ക് പോകാൻ കട നടത്തിയിരുന്നില്ല. ആദ്യം ജോൺ ആൻഡ് ജോയുടെ കട നടത്തിയിരുന്നു പുള്ളി. പിന്നെ സ്വന്തമായിട്ട് നടത്തിയിരുന്നു. ചേന്നമംഗലം കൊച്ചിക്ക് 66 കിലോമീറ്റർ വ്യത്യാസം അല്ലേ? അളിയനൊക്കെ ഇവിടെ ഉണ്ടാ, വിദേശത്താണ്. അവര് CPM ചെറിയ സ്ട്രിക്റ്റ് ഉണ്ടായി. ശരി, ഗ്രൂപ്പ് വേറെ. പുത്തമ്പേലിക്കര പാലം അല്ലേ? പാലം നല്ല പാലമാണ് അല്ലേ? വീതിയുണ്ട്. ആ, വീതിയുള്ള പാലമാണ്. ഇതാണ് മറ്റേ പാറ, ആനപ്പാറ. ഒരു പാറ കിടക്കണം. മൊബൈല് പൊക്കി എടുക്കും. അവിടെ പൊക്കി അവിടെ ഇല്ലേ പാറയുണ്ട് അവിടെ നടുക്ക. അവിടെ ഇരുന്ന് ക്രോസ് ആയിട്ട് കടുത്തുണ്ടായിരുന്നു. ഒരു പാറ ഉണ്ട് അവിടെ. നല്ല പുറത്തിട്ട് നോക്കിയേ, നല്ല പുറത്തിട്ട് നോക്കിയേ. ഉണ്ടല്ലേ? ഉണ്ടോ? അല്ല, മൊബൈൽ ഒന്നും കൂടി പൊക്കി കാണാൻ പറ്റുന്നില്ല.
നല്ല വീതിയുള്ള പുഴയാണ്. ഇതിന്റെ സൈഡ് വ്യൂ കൂടി കണ്ട ഒരു പാറ ആ ആ മനസ്സിലായി. എല്ലാ ദിവസവും അവൻ വന്നപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് അവൻ ഇതാണ് ഓടിയത്. 2 നേരം അവൻ ഓടുന്നു ഇവിടുന്ന്. ഇത് ഈ പാലം വന്നതോടുകൂടിയാണ് പുത്തമ്പള്ളിക്കരയും പറവൂരായിട്ടുള്ള ടച്ച് നല്ല രീതിയിൽ വന്നത്. പിന്നെ അവിടെ സ്ഥലങ്ങൾക്ക് വില കൂടാൻ തുടങ്ങി. സ്ഥലം പറയണ്ട, ഞാൻ അവിടെ സ്ഥലം വിട്ടിട്ട് അവിടെ നമ്മുടെ അന്തിക്കാട് വർഗീസേട്ടന് 6 സെന്റ് സ്ഥലം എനിക്ക് 5 സെന്റ്. വേറെ വൈഫിന്റെ സ്ഥലമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വലിയ കാശ് കിട്ടിയില്ല. ഇത് തീരാജുള്ളപ്പോ പണിതാണ് ഈ പാലം. വീതി കുറച്ച് ചേന്നോങ്കലം പാലം തുരുത്ത് വലിയ വല്ലം തുരുത്ത്. ആ വലിയ വല്ലം തുരുത്ത് പാലം. അത് കൊള്ളാം. മഴ അങ്ങനെ പെയ്യില്ല. ഇന്നും നാളെ മഴയുണ്ട്. കാലാവസ്ഥ വൈകിട്ട് മഴ പെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. മഴ പെയ്യട്ടെ, കിടന്നുറങ്ങാൻ. എന്നാലും പകല് ചൂടുണ്ടെന്ന്. ഇതാണ് പാലിയൊക്കെ നമ്മുടെ പാട്ടുകാരൻ ജയേന്ദ്രന്റെ വീടല്ലേ ഈ പാലിയത്ത്. പാലിയം കൊട്ടാരമുള്ളത്. മാൽപ്പാറയൊക്കെ ഉണ്ടെങ്കിൽ അതിലും എല്ലായിടത്തും ഫ്രീ ആയിട്ട് പോവാം. ഇത് പാസ്സാക്കണമല്ലോ എന്ന് പേടിച്ച് മുഖ്യമന്ത്രി ആരും ആകുന്നില്ല. ഇതൊന്ന് ആഘോഷിക്കണം. മാൽപ്പാറയൊക്കെ പോവാ. ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്താ മതി. കാലത്തെ പോയിട്ട് ഇപ്പൊ കട്ടപ്പനയൊക്കെ പോവല്ല. കട്ടപ്പന പോയിട്ടേ കുറച്ച് ഏലക്കായൊക്കെ വാങ്ങിച്ചോണ്ട് വിലക്കുറവാണ്. ബാക്കിയുള്ളവരെയും കിട്ടും. ഈ ഏലക്കായ മലഞ്ചരക്കൊക്കെ വില കുറവാണ് കട്ടപ്പനയില്. അവിടെ പോയി KSRTC പോവാ. പെണ്ണുങ്ങൾക്ക് പോയി മേടിച്ചോണ്ട് ഈ സാധനം വാങ്ങിച്ച അടുത്ത ബസ്സിന് വരാം. വേളാങ്കണ്ണിക്ക് പോവാ. വേളാങ്കണ്ണിക്ക് പോകുമ്പോ പല സാധനങ്ങളും. വേളാങ്കണ്ണിക്ക് തമിഴ്നാടല്ലേ, അവിടെ കയറ്റൂല. അവിടെയും ഫ്രീ ആണല്ലോ. അവിടെയും ഫ്രീ അല്ലേ? പക്ഷെ അത് ഐഡന്റി കാർഡ് നോക്കും, സ്റ്റേറ്റ് ഏതാന്ന് നോക്കും. അത് ശരിയാണ്ടാ. കേരളത്തേർക്കില്ലല്ല. ആൾക്ക് ഓൾ ഇന്ത്യ ഫ്രീ ആണോ പറഞ്ഞേക്കണ? ഓൾ ഇന്ത്യ ഇല്ല, ഓൾ ഇന്ത്യ ഫ്രീ ഒന്നുമില്ല. ഇതിലെ കേരളത്തിലെ വണ്ടിയല്ലേ ബാറ്ററി കാശ് കിട്ടൂല. കണ്ടക്ടർ ഉണ്ടെങ്കിലല്ലേ പെൻഷൻ കിട്ടുമെന്നുള്ളത്. ഇപ്പൊ 6 മാസം കഴിയാതെ ഇപ്പൊ 3 ആക്കൂല. 6 മാസം ഇരിക്ക ഒരു വശം പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. പഠിച്ചവരുമേക്കും കാലാവധി തീരും. ഓപ്പോസിറ്റ് ഡോക്ടർ വിൻസെന്റ് ഇല്ലേ, അവര് അവിടെ പെരവൊക്കെ ഉണ്ട് അമ്മേപ്പറമ്പിൽ. ഏത് ബെന്നിയുടെ ചേട്ടനാ? ശരി, എന്നാ ശരി. ഓക്കെ 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 ഓക്കെ. തങ്കച്ചന് ഡ്രൈവിംഗ് പഠിപ്പിച്ച ബെന്നിയൊക്കെ ഒരു ഇതല്ലേ, തങ്കച്ചൻ പറഞ്ഞ കേൾക്കുള്ളൂ. ബെന്നിയെ അന്ന് കണ്ടവരുടെ വണ്ടി എടുത്ത ലൈസൻസ് ഒന്നും ഉണ്ടോ ഇല്ലെന്ന് നോക്കൂല. വണ്ടി എടുത്ത സതീശന്റെ ഇവന്റെ അളിയനൊരു വെഹിക്കിളാ എന്തോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരുന്നു അല്ലേ? ആര്? തങ്കച്ചന്റെ ഒരു അളിയനല്ലേ ഇരിക്കാനും കൂടെ കൊടുത്തു. വണ്ടിയായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഒരു പെങ്ങള് ഞാറിക്കല്. ഞാറിക്കലുണ്ട്, സ്വർണ്ണക്കടയാണ്. സ്വർണ്ണക്കട. ഒരു പെങ്ങള് ആലുവയില് ലാസ്റ്റ് കല്യാണം അല്ലേ? തോമസ് ഒക്കെ ഉണ്ടായി. പറവൂർ പെരുമടന്ന്
പോകുന്ന NH-66 പണി ഇങ്ങനെ കിടക്കുകയാണ്. എത്ര നാൾ കിടക്കുമെന്ന് അറിയില്ല, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു 1-2 വർഷം എടുക്കും അല്ലേ ഈ പണി ഇങ്ങനെ നടന്ന്.